യദുവിന്റെ സഹോദരനായ ദുർവാസാവിന്റെ വംശത്തിൽ അതിപ്രതാപവാനായ ഒരു രാജാവുണ്ടായിരുന്നു. സുബലൻ എന്ന പേരോടുകൂടിയ ഇദ്ദേഹം ഗാന്ധാര ദേശത്തിന്റെ അധിപനായി. സുബലന്റെ പ്രിയപുത്രിയായിരുന്നു ഗാന്ധാരി എന്ന രൂപവതി. അതിസുന്ദരിയും പണ്ഡിതയും അങ്ങനെയൊക്കെയുമായ ഗാന്ധാരി രാജകൊട്ടാരത്തിലാകവെ പ്രകാശം തെളിയിച്ചതാണ്. പരമഭക്തിയായ ഗാന്ധാരിയുടെ പൂജയാൽ ഗാന്ധാരദേശം അനുദിനം ഐശ്വര്യം പ്രാപിച്ചു. ബാല്യകാലത്തു തന്നെ ഗാന്ധാരി ശിവപൂജയിൽ ലീനയായിരുന്നു. കന്യകയുടെ വ്രതാനുഷ്ഠാനങ്ങളും പൂജയും ഭഗവാനെ സന്തുഷ്ടനാക്കി. ഒരു പ്രഭാതത്തിൽ ശിവപൂജയിൽ മുഴുകിയിരുന്ന കന്യകയ്ക്ക് മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷനായി. ഗാന്ധാരിയുടെ കണ്ണുകൾ വിസ്മയത്താലും ആനന്ദത്താലും വിടർന്നു. അവൾ ഭഗവാന്റെ ചരണങ്ങളിൽ കുമ്പിട്ടു. ഭദ്രേ, നിന്റെ നിരന്തരമായ പൂജ എന്നെ ഏറെ തൃപ്തനാക്കിയിരിക്കുന്നു. പറയാം, നിനക്കെന്തു വരമാണ് വേണ്ടത്? ഭഗവാൻ കർണാർദ്രസ്വരത്തിൽ ആവശ്യപ്പെട്ടു. കന്യക ആശ്ചര്യഭരികയായി തീർന്നു. എന്താണ് തൻ്റെ മോഹം? മോഹസാക്ഷാത്കാരത്തിനായിരിക്കുന്നുവോ തൻ്റെ ഭഗവാൻ ഭജിച്ചത്? ആത്മസാക്ഷാത്കാരം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നവൾ ചിന്താതീതയായി. അനന്തരം അപരാധബോധത്തോടെ അവൾ മൊഴിഞ്ഞു, ഗൗരീശ, അവിടുത്തെ പൂജ എൻ്റെ സാധനയാണ്. സുബല രാജപുത്രിയായി എനിക്ക് രാജഹിതത്തോളം പ്രജാഹിതത്തെക്കാളും ഉപരി മറ്റൊരു മോഹവുമില്ല. പ്രഭു, അവിടുന്ന് എന്നെ അഹങ്കാരിയായി ഗണിക്കരുതേ. അവിടുത്തെ ദർശനത്തിനായി യുഗാന്തരങ്ങളോളം തവം തുടർന്നവരുടെ കഥ ഇന്നും എനിക്ക് അപരിചിതമല്ല. ദേവ, ഗാന്ധാരിക്കെന്നും അവിടുത്തെ ദയയും കരുണയും മതിയാവും. ശിവശങ്കരൻ ആ കന്യകയുടെ വാക്കുകൾ സാഗൂതം കേട്ടു. അനന്തരം അദ്ദേഹം അവളെ ഇപ്രകാരം ഉപദേശിച്ചു. സുബല രാജപുത്രി, നിനക്ക് ആഞ്ജയമായി പലതും പ്രപഞ്ചത്തിലുണ്ട്. നിനക്ക് ഞാൻ ദർശനം നൽകിയതും വിധിയാലാണ്. അത് അവഗണിക്കുവാൻ നിനക്കോ എനിക്കോ മറ്റോ മൂർത്തികൾക്കോ സാധിക്കുന്നതല്ല. കന്യകെ, നിനക്ക് നീ വരം നൽകുകയാണ് എൻ്റെ നിയോഗം. ഗാന്ധാരി, നീ ആവശ്യപ്പെടുന്ന വരം എന്താണെന്ന് പോലും എനിക്ക് നിശ്ചയമുണ്ട്. പിന്നെ എന്തിനാണ് നാം വിധി മറികടക്കുവാൻ വൃഥാ ശ്രമിക്കുന്നത്? ഗാന്ധാരി ചിന്താവിഷ്ടയായി. അനുക്രമേണ അവളുടെ മുഖം ലജ്ജയും അഭിമാനത്താലും ചുവന്നു തുടുത്തു. അവൾ പതിയെ മന്ത്രിച്ചു, പ്രഭു, വിധിയെ മറികടക്കുവാൻ ഞാൻ ശക്തനല്ല. അതിനാൽ അവിടുന്ന് വരം നൽകി എന്നെ അനുഗ്രഹിച്ചാൽ. ദേവ, 100 മക്കളുടെ മാതാവായി മാറുവാൻ അവിടുന്ന് എന്നെ പ്രാപ്തിയാക്കിയാൽ. ഗാന്ധാരിയുടെ വാക്കുകൾ കൈലാസനാഥന്റെ ചുണ്ടുകളിൽ നേരിയ സ്മിതം വിടർത്തി. അപ്രകാരം സംഭവിക്കട്ടെ എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു. അനന്തരം ഗാന്ധാരിയെ വാത്സല്യപൂർവ്വം വീക്ഷിച്ച ശേഷം പരമേശ്വരൻ അപ്രത്യക്ഷനാണ്. അടുത്തത് മനോദരി മസൂരിമാലയായി തീർന്ന കഥയാണ്. തുടരും.